ആളുകൾക്ക് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് വെള്ളപ്പൊക്കമോ പട്ടിണിയോ ദാരിദ്ര്യമൊന്നുമല്ല. ഹൃദയം നശിച്ചുപോയ മലീമസമായി പോയ മനുഷ്യരുടെ പച്ച വർഗീയതയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇതുകൂടാതെ DYFI ഇവരുടെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻ്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. അല്ല, ഇപ്പം നമ്മൾ കണ്ടു ഈ ബോഡി എടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസിൽ കയറ്റുന്നു, മൊബൈൽ ഫ്രീസർ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവനൊക്കെ മനുഷ്യനാണോ അതോ മനുഷ്യരൂപം പൂണ്ട ഹൃദയമില്ലാത്ത മറ്റെന്തെങ്കിലും ജീവിയാണോ? എങ്ങനെയാണ് ഹൃദയമുള്ള മനുഷ്യർക്കൊക്കെ ഇങ്ങനെ പരിഹസിക്കാൻ കഴിയുന്നത്? വയനാടിന്റെ ദുരന്ത മുഖം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ട് ഉള്ളുലയുകയാണ്. ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നേരെ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ നാട്ടുകാരാണ്. എന്തിനേറെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പോലും അവരുടെ പോസ്റ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്ക്. അവർ പോലും എത്ര വേദനാജനകമായാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് എംബോക്കികൾ പച്ചക്കിരുന്ന് തോന്നിയാസം പറയാൻ, അതും തൻ്റെ ആശ്രിതരായ ആളുകളെയൊക്കെ തനിച്ചാക്കിയിട്ട് നേരെ ഭക്ഷണമില്ല, വെള്ളമില്ല. അത്രയും പ്രയാസകരമായ ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക്, അവരുടെ പ്രിയപ്പെട്ട ആളുകൾ, അത് ചേതനയേറ്റ ശരീരമാണെങ്കിൽ അങ്ങനെയെങ്കിലും തൻ്റെ ആശ്രിതരായ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്ത് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി കുത്തിയൊലിക്കുന്ന മഴവെള്ളപ്പാച്ചിലിൽ തൻ്റെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുരന്തമുഖത്തേക്ക് അയാൾ പരിഹസിച്ച് കണ്ടില്ലേ? ദുരന്തമുഖത്തൊന്നുമില്ല, ഏറ്റവും സേഫ് സോണിലാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. വീഡിയോ കണ്ടില്ലേ? ഇതാണോ TG മോഹൻദാസ് പറഞ്ഞ ഈ സേഫ് സോൺ? ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി താൻ ഇട്ടിരിക്കുന്ന സംഘടനയുടെ വസ്ത്രത്തിൽ എഴുതിയ സംഘടനയുടെ പേര് ആ ഷോ ഓഫിന് വേണ്ടി ദുരന്തമുഖത്തല്ല മറിച്ച് സേഫ് സോണിലാണെന്ന് പറഞ്ഞല്ലോ. ഇതാണോ ആ സേഫ് സോൺ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെയൊക്കെ ഏറ്റവും വലിയ ദുഃഖവും നിരാശ എന്തറിയോ? ഇത്തരം നികൃഷ്ട ജീവികൾ, ദുരന്തത്തെക്കാൾ വലിയ ദുരന്തങ്ങളായ ഇത്തരം മനുഷ്യർ, ഈ വിശപ്പുകൾ, ഇതിനെയൊക്കെ പൂട്ടിക്കാനും നാവടപ്പിക്കാനും ഒരു ഗവൺമെന്റ് സംവിധാനം നമുക്കില്ലാതായി പോയില്ലെന്നാണ്. ഇവനൊക്കെ മനുഷ്യനാണെന്ന് ആലോചിക്കുകയാണ്. ആ വയനാടിന്റെ ദുരന്ത ഭൂമിക, ഇന്നലകൾ കുട്ടികൾ പൂമ്പാറ്റയെ പോലെ ഓടിക്കളിച്ചു നടന്ന സ്ഥലങ്ങൾ, മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, അവിടെ നിന്നൊരു മരുഭൂമി കണക്ക് ഒരു പ്രതലം മാത്രം. ആ പ്രതലത്തിൽ ചെളിക്കുണ്ടിൽ നിന്നുകൊണ്ട് ചേതനയേറ്റ മൃതദേഹങ്ങൾ, കൽബും ഹൃദയവും ഉലഞ്ഞുകൊണ്ട് മനുഷ്യർ പൊക്കിയെടുക്കുമ്പോൾ അവർ തന്നെ ഇല്ലാതായി പോകുന്ന അത്തരം സന്നദ്ധ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുകയല്ലേ ഗവൺമെന്റ് സംവിധാനങ്ങളോട് ഞാൻ പറയാണ്. അവരെ വെറും പരിഹാസ കഥാപാത്രങ്ങളാക്കുകയല്ലേ ഇത്തരം നികൃഷ്ട ജീവികൾ? ഇവർക്കെതിരെ നടപടി വേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. ആ മനുഷ്യരെ പരിഹസിക്കുന്നു. അവർ ഏതെങ്കിലും ഒരു മതസംഘടന മാത്രമാണ്. SYS ഉണ്ട്, SKSF ഉണ്ട്, വൈറ്റ് ഗാർഡ് ഉണ്ട്, SDP ഉണ്ട്, DYFI ഉണ്ട്, കോൺഗ്രസിന്റെ മറ്റ് യുവ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരെല്ലാവരും, എന്തിനേറെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്ന് വരെ ഭക്ഷണവും വെള്ളവുമായി ലോറികൾ അങ്ങോട്ട് പായുകയാണ്. ഒരു മുട്ടുസൂചിയുടെ ഉപകാരം പോലും ആ ദുരന്തമുഖത്തേക്ക് നൽകാതെ ചാനലിരുന്നു കൊണ്ട് മറ്റ് മീഡിയകളെ പരിഹസിച്ചു. മീഡിയകളെ എങ്ങനെയാണ് പരിഹസിക്കുക? മീഡിയകളൊന്നും ചെയ്യുന്നില്ലേ? ആ നാടിന്റെ അവസ്ഥയും അവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങളും ചാനലിലൂടെ പുറം ലോകത്തെ കാണിക്കുകയും അവിടെ വലിയ സഹായങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആളുകൾ ഭക്ഷണവും വെള്ളവുമായി ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി പായുന്നത്. മീഡിയ ഇവിടെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മീഡിയയുടെ ഭാഗത്ത് പലതരത്തിലുള്ള വീഴ്ചകൾ, പല കാര്യങ്ങളും വന്നിട്ടുണ്ടാകാം. പക്ഷെ അങ്ങ് അടങ്കരങ്ങ പരിഹസിച്ച് അവരെ മൂലക്കിരുത്താമെന്ന് വിചാരിക്കേണ്ട. അവരെ ആക്ഷേപിക്കുക, മതസംഘടനകളെ ആക്ഷേപിക്കുക, സന്നദ്ധ പ്രവർത്തകരുടെ വീര്യം കെടുന്ന ലോകങ്ങൾ പഞ്ചപുച്ഛം പരിഹസിക്കുക. ഇത്തരം വിശപ്പുകളെ കേരളക്കര ഒന്നാകെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിവിടെ ആ ദുരന്തമുഖത്ത്
നമുക്ക് ക്രൈസ്തവനെന്നുണ്ടോ, ഹൈന്ദവനെന്നുണ്ടോ, മുസ്ലിം എന്നുണ്ടോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമുക്കൊക്കെ വലിയ പാഠം തരികയാണ്. എന്തൊക്കെ ജാതി മതമൊക്കെ പറഞ്ഞാലും അവസാനം ഇതൊക്കെയാണ് നമ്മൾക്ക് ജീവിതത്തിൽ വരാനുള്ളത് എന്ന് ഒരു ബോധ്യവും കൂടി പ്രകൃതി നമുക്ക് തരികയാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടും ഈ അവസരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന സാധുക്കളായ മനുഷ്യരെ പച്ചക്ക് പരിഹസിക്കുക.